നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കൂത്താട്ടുകുളം എംസി റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറിയ അപകടമുണ്ടായത് ആറൂർ ടോപ്പിൽ ശനിയാഴ്ച രാവിലെ 9 യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. മഞ്ഞളൂർ റൂറൽ ബാങ്കിലെ നിക്ഷേപക്കൊള്ള പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി. മഞ്ഞളൂർ റൂറൽ ബാങ്കിലേക്കാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. വാളകത്ത് ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. വാളകം ജംഗ്ഷനിലെ ഏകതാ നഗറിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. തിരക്കഥാകൃത്തും സംവിധായകനുമായ അഭിലാഷ് പിള്ള ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപത മാതൃവേദി വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ ബിഷപ്പ് യുഹാനോൻ മാർ തെയോഡോഷ്യസ് ഉദ്ഘാടനം ചെയ്തു. സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും മൂർത്തിയഭാവമാണ് സ്ത്രീയെന്ന് ബിഷപ്പ്. ശാസ്ത്ര വിസ്മയങ്ങളും രുചിഭേദങ്ങളുമായി മൂവാറ്റുപുഴ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ ഫ്യൂച്ചർ എക്സ്പോ നിർമ്മല കോളേജ് റിട്ടയർഡ് പ്രൊഫസർ വത്സ ജോർജ് ഉദ്ഘാടനം ചെയ്തു. യുദ്ധവിരുദ്ധ സംഗമം നടത്തി ധ്വനി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം തിലകരാജ് മൂവാറ്റുപുഴ വിഷയം അവതരിപ്പിച്ചു. ലൈബ്രറി പ്രസിഡന്റ് മിനിമോൾ രാജീവ് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർത്തകൾ വിശദമായി. ആറൂർ ടോപ്പിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറിയ അപകടം. കാറിലുണ്ടായിരുന്ന 2 യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എംസി റോഡിൽ ആറൂർ ടോപ്പിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറിയ അപകടം. ശനിയാഴ്ച രാവിലെ 9 എയർപോർട്ടിൽ പോയി തിരികെ മൂവാറ്റുപുഴയിൽ നിന്ന് കൂത്താട്ടുകുളത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആറൂർ ടോപ്പിലെ വൈദ്യുത പോസ്റ്റ് ഇടിച്ചു തകർത്ത് സമീപത്തെ ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വാഹനം ട്രാൻസ്ഫോമറിൽ ഇടിച്ചു നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കാറിലുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ 2 സംഘം പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് കാറിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്. മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. മഞ്ഞളൂർ റൂറൽ ബാങ്കിലെ നിക്ഷേപകരുടെ പണം കൊള്ളയടിച്ച കോൺഗ്രസ് ഭരണസമിതിക്കും ജീവനക്കാർക്കുമെതിരെ ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. മഞ്ഞളൂർ റൂറൽ ബാങ്കിൽ സംഘടിത കൊള്ള നടത്തി നിക്ഷേപകരുടെ 22 കോടിയിലേറെ രൂപ കൊള്ളയടിച്ച കോൺഗ്രസ് ഭരണസമിതിക്കും ജീവനക്കാർക്കുമെതിരെ ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ഞളൂർ റൂറൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോടികൾ അടിച്ചു മാറ്റിയ കള്ളന്മാരെ കോൺഗ്രസ്, നാട്ടുകള്ള കോൺഗ്രസ്, മറുപടി പറയൂ കോൺഗ്രസ്, അന്നേ തീരൂ ഈ സമരം, ഉദനയാണിത് സൂചന മാത്രം, ഉദന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും. ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. തെറ്റായ പ്രചരണങ്ങളിലൂടെ ഈ നാടിനകത്തിന്റെ സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ നാടിനകത്തെ ഓരോ വിഭാഗം വരുന്ന ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാടിന്റെ ഓരോ പ്രദേശത്തിനകത്തെയും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി ഈ കൂട്ടർ നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെതിരെയും ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബാഗിന്റെ മുമ്പിലും ഡിവൈഎഫ്ഐ സമരം ചെയ്യുന്നത്. ഈ ബാഗിന്റെ മുമ്പിലും ഡിവൈഎഫ്ഐ മാത്രമല്ല, ഇവിടുത്തെ സഹകാരികളും പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരും സമരം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. ഞങ്ങൾക്ക് ഇവിടുത്തെ കോൺഗ്രസുകാരുടെ യഥാർത്ഥ കോൺഗ്രസുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്, ഈ നാടിനെ കൊള്ളയടിച്ച നിങ്ങളുടെ നേതൃത്വത്തെ പുറത്തു കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടി ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കൂടി ഈ സമരത്തിന്റെ
ഭാഗമായി മാറണം. കാരണം നിങ്ങൾ കൂടി ഇവർ കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഇവിടെ എല്ലാവരുടെ മുമ്പിലും നിലനിൽക്കുന്നുണ്ട്. നിങ്ങളെയും ഇവിടുത്തെ സാധാരണക്കാരെയും കൊള്ളയടിച്ച ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം അണിനിരക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് ട്രഷറർ വിജയ് കെ ബേബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു, ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പിമോസ, ബ്ലോക്ക് പ്രസിഡന്റ് അഖിൽ പ്രകാശൻ, മഞ്ഞളൂർ ലോക്കൽ സെക്രട്ടറി MK മധു, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി വിഷ്ണു സുകുമാരൻ, മേഖലാ ട്രഷറർ ജഗൻ ജോഷി തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്നത് പോലെ 10,000-ന്റെ ഒരു കെട്ട് അടിയിലും മുകളിലും നടുക്കും മാത്രം നോട്ട് ഒറിജിനൽ വെക്കും, ബാക്കിയൊക്കെ പേപ്പർ കട്ടിംഗ് ആയിരിക്കും. അതുപോലെയാണ് വാഴക്കുളം ഈ ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്തിരിക്കുന്ന ആളുകളുടെ അടിയാധാരവും മുന്നാധാരവും ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കളർ പ്രിന്റ് എടുത്ത പഴയ ആധാരത്തിന്റെ കോപ്പി വെച്ച് ബാക്കിയെല്ലാം സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള രേഖകൾ, പൊസിഷൻ, അതുപോലെ തന്നെ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് മുഴുവൻ രേഖകൾ എടുത്തു നോക്കുമ്പോ ആ രേഖകളൊക്കെ എന്ന് പറയുന്നത് നല്ല എഡിറ്റിംഗ് വൈഭവമുള്ള കുട്ടികളെ കൊണ്ട് കളർ പ്രിന്റ് എടുത്ത് എഡിറ്റ് ചെയ്ത് സ്വന്തം പേരിലാക്കി ഈ ബാങ്കിൽ കൊടുത്ത് ഈ വാഴക്കുളത്തെ സാധാരണക്കാരന്റെ പണം തട്ടിയെടുക്കുകയാണ്. എന്നിട്ടും മിടുക്കന്മാരായി വാഴക്കുളത്തേക്കോട് വെള്ളക്കതിറിട്ട് നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ നിക്ഷേപകരുടെ പണം തിരികെ നൽകിയില്ലെങ്കിൽ കൂടുതൽ കടുത്ത സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ അറിയിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വാളകത്ത് ഹൈന്ദവ സംഘടനകളുടെയും സാമുദായിക സംഘടനകളുടെയും ക്ഷേത്ര സമിതികളുടെയും ആഭിമുഖ്യത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. വാളകം ജംഗ്ഷനിലെ ഏകതാ നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം തിരക്കഥാകൃത്തും സംവിധായകനുമായ അഭിലാഷ് പിള്ള ഉദ്ഘാടനം ചെയ്തു. വാളകത്ത് ഹൈന്ദവ സംഘടനകളുടെയും സാമുദായിക സംഘടനകളുടെയും ക്ഷേത്ര സമിതികളുടെയും ആഭിമുഖ്യത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. വാളകം ജംഗ്ഷനിലെ ഏകതാ നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം തിരക്കഥാകൃത്തും സംവിധായകനുമായ അഭിലാഷ് പിള്ള ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിനൊരു വലിയ പൈതൃകമുണ്ട്. ഭാരതം നമ്മൾ സനാതന ധർമ്മത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ഏകതാ സമ്മേളനം, ഹിന്ദു ഏകതാ സമ്മേളനം നടത്തുമ്പോൾ സത്യത്തിൽ ഇതിനെ ക്ഷണിക്കുമ്പോൾ ഞാൻ കരുതിയത് വാളകത്ത് മാത്രം നടക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് വത്സമാഷ പറയുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും ഇത് നടത്തുന്നുണ്ടെന്ന്. എല്ലാ പഞ്ചായത്തുകളിലുമുള്ള ഈ ഒരു ഏകതാ സമ്മേളനം നടത്തുമ്പോൾ ഇതിലൂടെ ഒരുപാട് പേര് അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഒരുപാട് പേര് ഒരുമിച്ച് നിർത്താൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ തുടക്കമായിരിക്കും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാ ഭാരതീയരുടെയും പാരമ്പര്യം ഒന്നാണെന്നും ഭാരതത്തിന്റെ വൈഭവത്തിന് വേണ്ടി ഒന്നായി നിൽക്കണമെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. നമ്മൾ ഈ രാഷ്ട്രത്തിനെതിരായി ചിന്തിക്കുക, രാഷ്ട്രസ്നേഹികളാകേണ്ടുന്നതിന് പകരം രാഷ്ട്രവിരുദ്ധരായി മാറുക, ഈ രാജ്യം നമുക്കൊരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുക എന്ന് വരുന്നത് എത്ര മോശകരമായ കാര്യമാണ്. അതുകൊണ്ട് ആദ്യം രാഷ്ട്രം, ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റൂ. ആദ്യം രാജ്യം, മതമാണെങ്കിലും പാർട്ടിയാണെങ്കിലും ബാക്കിയെല്ലാം രണ്ട്, നേഷൻ ഫസ്റ്റ് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധ്യമുള്ളൂ. മതം എന്നൊക്കെ പറയുന്നത് പിന്നീട് നമ്മൾ സ്വീകരിക്കുന്ന മതം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ആ മതം വേണം, മതം വേണ്ടെന്ന് പറയുന്നില്ല, ആ മതം വേണം. പക്ഷെ രാഷ്ട്രത്തിന് വിരുദ്ധമായ മതം എന്തിന്, അങ്ങനെ ഒരു ചിന്ത എന്തിന്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഘടകം, ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും വർണ്ണ വ്യത്യാസങ്ങൾക്കുപരിയായി നമ്മളെല്ലാവരും ഒരുമിപ്പിക്കുന്ന ഘടകം എന്താണ്? അതിതാണ് ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. സ്വാഗത സംഘം അധ്യക്ഷൻ അഡ്വക്കേറ്റ് ദിലീപ് എസ് കല്ലാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി NV ഭാനുമതി ആമുഖ പ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ജനറൽ കൺവീനർ ബിജീഷ് ശ്രീധർ, SNDP യോഗം വാളകം ശാഖാ പ്രസിഡന്റ് TK മുരളീധരൻ, യോഗക്ഷേമസഭ മൂവാറ്റുപുഴ ഉപസഭാ പ്രസിഡന്റ് IS വാസുദേവൻ, NSS കുന്നയ്ക്കാൽ കരയോഗം പ്രസിഡന്റ് TN വിജയൻ, മേക്കടമ്പ കരയോഗം സെക്രട്ടറി അജയ് ഘോഷ്, ഗണക മഹാസഭ സംസ്ഥാന ബോർഡ് മെമ്പർ R രാജൻ, KMSS കോളാത്തുരുത്ത് ശാഖാ പ്രസിഡന്റ് PK ചന്ദ്രൻ, ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശി,
മാതാ അമൃതാനന്ദമയി സത്സംഗ സമിതി KT മോഹനൻ, സേവാഭാരതി പഞ്ചായത്ത് പ്രസിഡന്റ് MS രാജീവ്, TS ഭാസുരാംഗൻ, ജോയിന്റ് ജനറൽ കൺവീനർ KC ബാബു എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് വനമാല നാരായണീയ സമിതി, മേക്കടമ്പ് കൃഷ്ണതീർത്ഥം, നാരായണീയ സമിതി റാക്കാട് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ നാരായണീയ പാരായണം, ശ്രീപൂർണ വൈദ്യൻ സംഗീത വിദ്യാലയത്തിലെ പാർവതി, കാശിനാഥ്, അരുൺകുമാർ എന്നിവർ അവതരിപ്പിച്ച വയലിൻ ഫ്യൂഷൻ, മേക്കടമ്പ് ശ്രീഭദ്ര കലാസമിതി അവതരിപ്പിച്ച കൈകൊട്ടിക്കളി, പുസ്തകമേള, സാംസ്കാരിക പ്രദർശനി എന്നിവയും ഉണ്ടായിരുന്നു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. കോതമംഗലം രൂപത മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം മൂവാറ്റുപുഴ ബിഷപ്പ് യുഹാനോൻ മാർ തെയോഡോഷ്യസ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപത മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മൂവാറ്റുപുഴ ബിഷപ്പ് യുഹാനോൻ മാർ തെയോഡോഷ്യസ് ഉദ്ഘാടനം ചെയ്തു. സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും മൂർത്തിയ ഭാവമാണ് സ്ത്രീയെന്ന് ബിഷപ്പ് പറഞ്ഞു. സമൂഹത്തിന്റെ ചടപാടുകളെ, പ്രശ്നങ്ങളെ ഒന്ന് പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ വിളക്ക് എണ്ണ വേണമെന്ന് മാത്രം. ജാഗരൂകരായ സുവിശേഷത്തിലെ കന്യകമാരെ പോലെ ഉണർവുള്ള വിളക്ക് തെളിച്ചു നിൽക്കുന്ന മണവാട്ടികളാകുന്നത്. അതാണ് നിങ്ങളുടെ പ്രവൃത്തി. പുളിമാവ് എന്നൊക്കെ പറയും, ഉദാഹരണം പറയും. ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്നു അത് സ്ത്രീകളെ കുറിച്ചായിരിക്കും. കാരണം അവരാണ് ഇത് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ വീടിന്റെ പുളിമാവാകണം, ലോകത്തിന്റെ വെളിച്ചമാകണം. ആ വെളിച്ചം എന്തെങ്കിലും കണ്ട് നന്മയിലേക്ക് ലോകം തിരിയണം. പക്ഷെ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, പുരുഷന്മാരെക്കാൾ ഈ ലോകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം സ്ത്രീകളാണ്. ഞങ്ങളെ കാലം ചെയ്ത സ്ത്രീകളെ പറയുമായിരുന്നു, ഒരു കാര്യം സാധിക്കണമെങ്കിൽ അമ്മമാരോടോ സ്ത്രീകളോടോ പറഞ്ഞാൽ മതി, അവർ വാങ്ങിച്ചു തരും. സ്ത്രീ വിളക്കായിരിക്കണം, അന്ത്യത്തിരി കത്താതെ അതിൽ സ്നേഹത്തിന്റെ എണ്ണയുണ്ടാകണം, വിശ്വാസത്തിന്റെ എണ്ണയുണ്ടാകണം, തിരിയുണ്ടാകണം. അവർ വെളിച്ചം നൽകണം. രൂപത പ്രസിഡന്റ് ജാൻസി മാത്യു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മാള കാർമൽ കോളേജ് പ്രൊഫസർ ജിലു മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം, ആനിമേറ്റ് സിസ്റ്റർ ആനീസ് തെരേസ്, രൂപത വൈസ് പ്രസിഡന്റ് സെലിൻ ലൂയിസ്, ജൂഡി ഡാലു എന്നിവർ പ്രസംഗിച്ചു. സിജി മാത്യു, മിനി ജോസ്, സിൽജ ജോളി, പ്രീത ജോണിച്ചൻ എന്നിവർ വനിതാ ദിനത്തിന് നേതൃത്വം നൽകി. കോതമംഗലം രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നായി 600ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. സമ്മേളനാനന്തരം മാതാക്കളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. MCS Hospital, we take care of your health. ശാസ്ത്ര വിസ്മയങ്ങളും രുചിഭേദങ്ങളുമായി മൂവാറ്റുപുഴ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ ഫ്യൂച്ചർ എക്സ്പോ സംഘടിപ്പിച്ചു.
നിർമ്മല കോളേജ് റിട്ടയർഡ് പ്രൊഫസർ വത്സ ജോർജ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും പുതിയ അനുഭവമായി തിരുവനന്തപുരം ISROയുടെ സഹകരണത്തോടെ മൂവാറ്റുപുഴ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ എക്സ്പോ 2026 ശ്രദ്ധേയമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് റിട്ടയർഡ് പ്രൊഫസർ വത്സ ജോർജ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. Dear students, I congratulate you on the enormous task you have put in order to make this show something tangible. I appreciate you on the hard work and dedication you have shown in displaying your exhibits. Dear students, the time you spend here is the most fruitful time of your life. So make the best use of your time to explore, to innovate, to learn and also to grow. സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ മാനേജർ ഫാദർ ജോൺ പുത്തൂരാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ മേരി സാബു, അഡ്മിനിസ്ട്രേറ്റർ സുനാമ ജോൺ എന്നിവർ പങ്കെടുത്തു. ശാസ്ത്രവും സംരംഭകത്വവും കൈകോർത്ത് ISRO ഒരുക്കിയ അത്യാധുനിക ബഹിരാകാശ പ്രദർശനമായിരുന്നു മേളയിലെ പ്രധാന ആകർഷണം. ബഹിരാകാശ സാങ്കേതിക വിദ്യയെ അടുത്തറിയാൻ സഹായിച്ച സ്പേസ് എക്സിബിഷനും സ്കൂളിലെ റോബോട്ടിക് വിഭാഗം പ്രദർശിപ്പിച്ച റോബോക്സ്പ്ലോറും എയർ ഷോയും സന്ദർശകരിൽ അത്ഭുതമുളവാക്കി. ശാസ്ത്ര വിഷയങ്ങൾക്ക് പുറമെ സാമൂഹ്യശാസ്ത്രം, ഗണിതം, ഭാഷാ വിഭാഗങ്ങൾ തുടങ്ങിയവയുടെ വൈവിധ്യമാർന്ന പ്രദർശനങ്ങളും മേളയുടെ മാറ്റുകൂട്ടി. വിദ്യാർത്ഥികൾ തന്നെ സ്വയം സജ്ജമാക്കിയ ഫുഡ് കോർട്ടായിരുന്നു മേളയുടെ മറ്റൊരു പ്രത്യേകത. നാടൻ വിഭവങ്ങൾ മുതൽ ആധുനിക രുചിക്കൂട്ടുകൾ വരെ കുട്ടികൾ നേരിട്ട് തയ്യാറാക്കി വിളമ്പിയത് ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളിലെ സംരംഭകത്വ ശീലങ്ങൾ വളർത്തുന്നതിനായി ഒരുക്കിയ ഭക്ഷണശാലയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിനോദത്തിനായി വിവിധ ഗെയിമുകളും മത്സരങ്ങളും സ്കൂൾ അധികൃതർ ഒരുക്കിയിരുന്നു. KG വിഭാഗത്തിലെ ബഡ്ഡിംഗ് സയന്റിസ്റ്റ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പ്രോജക്ടുകൾ വരെ കൗതുകമായി. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. കിഴക്കേക്കര ധ്വനി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ സംഗമം നടത്തി. ലൈബ്രറിയിൽ നടന്ന സംഗമത്തിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം തിലകരാജ് മൂവാറ്റുപുഴ വിഷയം അവതരിപ്പിച്ചു. ലൈബ്രറി പ്രസിഡന്റ് മിനിമോൾ രാജീവ് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലൈബ്രറി പ്രവർത്തകർ ദീപം തെളിയിച്ച് യുദ്ധവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ആവോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഖിലേഷ് K, ആവോലി സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് KP പരീത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.